മൈക്ക് ഗാറ്റിംഗ് അമ്പയറെ ശരിക്കും തല്ലിയോ? ക്രിക്കറ്റിലെ മൂന്നാം കണ്ണൊക്കെ വരുന്നതിന് മുൻപൊരു പക്ഷപാതിയായ പാകിസ്ഥാനി അമ്പയർ ഉണ്ടായിരുന്നു. ഇന്ത്യക്കെതിരായ മത്സരങ്ങളിൽ ബോധപൂർവമായ ഉപേക്ഷകൾ വരുത്തി പലപ്പോഴും അയാൾ അമ്പയറിംഗ് പാനലിൽ തന്നെ അപമാനമായി. ഷക്കൂർ റാണ എന്നായിരുന്നു അയാളുടെ പേര്. വിവാദമായ തീരുമാനങ്ങൾ ഇന്ത്യയോട് മാത്രമല്ല പാകിസ്ഥാനെതിരെ കളിക്കുന്ന എല്ലാ ടീമുകളോടും അയാൾ പുറത്തെടുത്തു. 1987 ഡിസംബർ 7 നടന്ന ഫൈസാലാബാദ് ടെസ്റ്റിലായിരുന്നു തല്ലിനേക്കാൾ വലുതായ സംഭവങ്ങൾ അരങ്ങേറിയത്. പാകിസ്ഥാൻ 106 റൺസിന് 6 വിക്കറ്റ് എന്ന നിലയിൽ പതറുമ്പോൾ ക്യാപ്റ്റൻ ഗാറ്റിംഗ് നടത്തിയ ഫീൽഡിലെ ചേഞ്ച് ബാറ്ററെ അറിയിക്കാതെയായിരുന്നു എന്ന് വാദിച്ച് ലെഗ് അമ്പയറായി നിന്ന ഷക്കൂർ റാണ വിളിച്ച ഡെഡ് ബോളിനെ തുടർന്നായിരുന്നു തല്ലോളം പോന്ന വാഗ്വാദങ്ങൾ. ഗാറ്റിങ്ങിന്റെ രേഖാമൂലമുള്ള ക്ഷമാപണം ആവശ്യപ്പെട്ട റാണയ്ക്ക് മുന്നിൽ ഗാറ്റിംഗ് ഉറച്ചു നിന്നതോടെ പ്രശ്നം രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര വിഷയമായി മാറി. മൈക്ക് ഗാറ്റിംഗ് എന്ന ക്യാപ്റ്റനെ ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡ് 6 മാസത്തേക്ക് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത് ശിക്ഷിച്ചു. ഷക്കൂർ റാണയ്ക്കും ആ സംഭവത്തിനു ശേഷം 3 ടെസ്റ്റുകൾ കൂടി മാത്രമേ നിയന്ത്രിക്കാനുള്ള അവസരം കിട്ടിയുള്ളൂ. 90s കിഡ്സിന്റെ ഗൃഹാതുര സ്മരണകളിൽ മൈക്ക് ഗാറ്റിംഗ് ഇപ്പോഴും ഹീറോയാണ്. കാരണം കടുത്ത ഇന്ത്യ വിരുദ്ധനായിരുന്ന ഒരു പാകിസ്ഥാനി അമ്പയറെ തല്ലോളം പോന്ന 4 തെറിയെങ്കിലും ഉറക്കെ വിളിച്ചതിന്.